ഞാൻ ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നത് മസ്കറ്റ് വഴിയുള്ള ബോയിങ് 737 എന്ന ഒമാൻ എയർവേയ്സിലാണ്. നല്ല സ്പേഷ്യസായ സാമാന്യം വലുപ്പമുള്ള ഒരു ഫ്ലൈറ്റായിരുന്നു ഇത്. മസ്കറ്റിൽ ട്രാൻസിറ്റ് അടിച്ച് 2 മണിക്കൂർ ചെലവഴിച്ചാണ് അവിടെ നിന്ന് വീണ്ടും കൊച്ചിയിലേക്ക് ഈ ഫ്ലൈറ്റ് പുറപ്പെട്ടത്. ദോഹയിൽ നിന്ന് മസ്കറ്റിലെത്തിയ ഞാൻ ട്രാൻസിറ്റ് ഏരിയയിൽ 1 മണിക്കൂറോളം കറങ്ങാൻ തന്നെ തീരുമാനിച്ചു. എയർപോർട്ടിൽ ഒമാൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിച്ചുകൊണ്ടുള്ള മുക്കുവനും വഞ്ചിയും നമ്മളെ സ്വാഗതം ചെയ്യുന്ന പവലിയൻ ഉണ്ടായിരുന്നു. അതുപോലെ രാജ്യത്തിൻ്റെ പൈതൃക തനിമയോടെയുള്ള കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകളും അവിടെ ധാരാളമായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു ഭക്ഷണശാലകളും ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും ധാരാളമായി എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കൊച്ചി ഫ്ലൈറ്റിൻ്റെ സമയമായെന്നറിഞ്ഞപ്പോൾ ഗേറ്റ് നമ്പർ C9 എന്ന് മനസ്സിലാക്കി ഫ്ലൈറ്റ് കയറുന്നതിന് വേണ്ടി അവിടേക്ക് ഞാൻ പതിയെ നീങ്ങി. ഗേറ്റിലെത്തിയ ഞാൻ ബോർഡിംഗ് പാസ് കാണിച്ച് ഫ്ലൈറ്റിനകത്തേക്ക് കയറി. മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് എനിക്ക് വിൻഡോ സീറ്റാണ് അലോട്ട് ചെയ്തത്. ഇനി ഉയർന്നു പൊങ്ങുന്ന ഫ്ലൈറ്റിലിരുന്ന് ഒമാൻ എന്ന രാജ്യത്തിൻ്റെ ആകാശത്തു നിന്നുള്ള ഭൂമിയിലെ രാത്രി കാഴ്ചകൾ കാണാൻ ആകാംക്ഷയായി. എൻ്റെ അടുത്ത വീഡിയോ വിശേഷങ്ങൾ അതാണ്. ഫ്ലൈറ്റ് ഒമാൻ എയർപോർട്ടിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് യാത്രക്കാർക്ക് വന്നു കഴിഞ്ഞു. പതുക്കെ തുടങ്ങിയ വിമാനത്തിൻ്റെ വേഗം റൺവേയിലൂടെ അതിവേഗതയിലാക്കി വിമാനം ഒരു ചെറു കുലുക്കത്തോടു കൂടി ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി. ഞാൻ കൗതുകത്തോടെ വിമാനത്തിൻ്റെ ചില്ലിട്ട ജാലകത്തിലൂടെ പുറത്ത് താഴേക്ക് നോക്കി. താഴെ ഭൂമി വൈദ്യുത ദീപാലങ്കൃതമായി. വിവാഹമണ്ഡപത്തിൽ സർവ്വവിധ ആഭരണ വിഭൂഷിതയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു സുന്ദരിയെപ്പോലെ തോന്നി. അത്ര മനോഹരം തന്നെയായിരുന്നു ഈ കാഴ്ചകളൊക്കെ. വിമാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നുയരുകയാണ്. ഭൂമിയിലെ ദീപവിധാന കാഴ്ചകൾ ചെറുതാവുന്നുണ്ടെങ്കിലും അതിൻ്റെ മനോഹാരിത ഒട്ടും നഷ്ടപ്പെടുന്നില്ല. അവ നേർത്ത് കാഴ്ചവെട്ടത്ത് നിന്ന് മറയുകയാണ്. രാത്രി എപ്പോഴോ ഫ്ലൈറ്റിലിരുന്ന് മയങ്ങിപ്പോയ ഞാൻ ഫ്ലൈറ്റ് ലാൻഡിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോഴാണ് ഉണർന്നത്. വിൻഡോയിലൂടെ നോക്കിയപ്പോൾ നാടിൻ്റെ പച്ചപ്പ് ഞാൻ കണ്ടു. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ വന്ന ഫ്ലൈറ്റ് അങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. യാതൊരു കുലുക്കവുമില്ലാതെ മനോഹരമായ ഒരു ഫ്ലൈറ്റ് ലാൻഡിംഗ്. എൻ്റെ മനം കുളിർപ്പിച്ചുകൊണ്ട് പുറത്ത് മഴയുണ്ടെന്ന് എനിക്ക് വിൻഡോ ഗ്ലാസ്സിലെ ജലകണങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ 3 മാസത്തെ മനോഹരമായ ഖത്തർ ജീവിതം ഇവിടെ അവസാനിക്കുന്നു. നാട്ടിൽ ഞാൻ തിരിച്ചെത്തി.